ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു സിമ്പിൾ വർക്കാണ്. അതായത് നല്ലൊരു ഉപകാരമുള്ള വർക്കാണ്. അത് സിമ്പിളാക്കിയിട്ടാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന വർക്ക് ഒരു വീടിൻ്റെ ബാക്കിൽ സ്റ്റെപ്പ് ടൈലൊട്ടിക്കാൻ പോവുകയാണ്. അപ്പം ഈ സ്റ്റെപ്പ് ടൈലൊട്ടിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അതായത് ഇൻ്റർലോക്ക്, അതായത് ഇവിടെ വർക്ക് ഏരിയ വരാനുള്ളൊരു ഏരിയയാണ്. അതുകൊണ്ടാണ് ഈ വീട്ടിൽ ടൈലൊന്നും നമ്മൾ ഒട്ടിക്കാഞ്ഞത്. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ മാർബിളിൻ്റെ വർക്കൊക്കെ തീർന്നതാണ്. പിന്നെ ഇത് പിന്നീട് ഒരു വർക്ക് ഏരിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ട ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റെയറിനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതൊരു പുറത്തുള്ള സ്റ്റെപ്പുകളായതുകൊണ്ട് തന്നെ നമ്മൾ ഭാവിയിൽ ഇൻ്റർലോക്കോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഈ സൈറ്റിൽ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അടിയിൽ കുമ്മായം കറക്റ്റ് കോല് ഉന്തിക്കാണ്ട് ഒരു ലെവൽ ചെയ്തിട്ടുണ്ട്. ആ ലെവലിൽ നിന്ന് മുകളിലത്തെ സ്റ്റെപ്പ് 3 സ്റ്റെപ്പാണ് വരുന്നത്. മുകളിലത്തെ സ്റ്റെപ്പിൽ നമ്മൾ കുറച്ച് കുമ്മായം ഒരു ടൈൽസിൻ്റെ കനം, അതായത് നമുക്ക് എവിടെ വരെ വരണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആ ഒരു ടൈൽസിൻ്റെ കുമ്മായത്തിൻ്റെ കനാണ് ആ മുകളിൽ കൊടുത്തെങ്കിൽ കാണാൻ കഴിയും. അതിന്മേന്ന് അടിയത്തെ ഈ പരച്ച കുമ്മായത്തൊക്കെ നമ്മൾ കറക്റ്റ് ഒരു വടിമേൽ സ്പിറ്റ് ലെവൽ വെച്ച് ടാപ്പ് അടിയിലേക്ക് പിടിച്ച് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് 63 സെൻറ്റിയാണ്. ഈ 63 സെൻറ്റി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ചവിട്ടുകൾ, അതായത് ഗ്രാനൈറ്റോ മാർബിളോ എന്താണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ കനം അത്രയും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ സൈറ്റിൽ ഉപയോഗിക്കണം എന്താ വെച്ചാൽ 1 സെൻറ്റി തികയാത്തൊരു ടൈലാണ്, 2 mm കുറവുള്ള ഒരു ടൈലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്കറിയാം പുറത്തെ സ്റ്റെയർ, അതായത് പുറത്തെ സ്റ്റെപ്പുകളൊക്കെ ഒട്ടിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സ്ലോപ്പ് നിർബന്ധമാണ്. കാരണം വെള്ളം അതിന്മേൽ കെട്ടി നിൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു സ്ലോപ്പ് നമ്മൾ ഈ 63 സെൻറ്റി കിട്ടിയ അവസ്ഥ, 63 സെൻറ്റിയാണ് നമ്മളിവിടെ ഇതിന് അളവ് മെഷർമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പം 63 സെൻറ്റിയിൽ നമ്മൾ 3 സെൻറ്റി ഇതിൻ്റെ സ്റ്റെയറിൻ്റെ ചവിട്ടിന് വേണ്ടിയിട്ട് നമ്മൾ 3 സെൻറ്റി മാറ്റി വെച്ചു. ബാക്കി നമുക്ക് കിട്ടുന്നത് 60 സെൻറ്റിയാണ്. ഈ 60 സെൻറ്റിന് നമുക്ക് 3 സ്റ്റെപ്പിലുള്ളത് 3 സ്റ്റെപ്പിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു 20 സെൻറ്റി വെച്ചാണ് ഓരോ സ്റ്റെപ്പിനും റേസർ കൊടുക്കുന്നത്. അപ്പോൾ സിമ്പിൾ വർക്കാണിത്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഇത് നിങ്ങൾക്കറിയാം ആ റഫാക്കിയിട്ട് തേപ്പൊന്നും വലിയ ലെവലൊന്നുമില്ല, തേപ്പൊന്നുമല്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് ഇത് തേക്കാനുള്ള സമയമില്ല. അപ്പോൾ നമ്മൾ ഇത് പിന്നീട് പൊളിച്ച് വാക്കാനുള്ള സ്റ്റെപ്പും അത് വർക്ക് ഏരിയ വരുമ്പം ഈ വർക്ക് ഏരിയൻ്റെ തറൻ്റെ ഉള്ളിലായിട്ട് മാറും ഈ സ്റ്റെപ്പ്. അത് പിന്നീട് വർക്ക് ഏരിയയിൽ നിന്ന് വേറെ സൈഡിലായിരിക്കും ഈ സ്റ്റെപ്പ് വരിക. അതുകൊണ്ട് തന്നെ നമ്മളിതിന് ഗ്രാനൈറ്റും മാർബിളൊന്നും കൊടുത്തിട്ടില്ല. അപ്പം ഈ സ്റ്റെയറിൻ്റെ മെഷർമെൻറ്റ് കണ്ടെത്തുന്ന സിമ്പിൾ വർക്കാണ്. അതിന് നമ്മൾ നീട്ടി വലിച്ച് കുറേ പറയണമെന്നില്ല. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും. ഇതിൻ്റെ റേസർ 20 സെൻറ്റി വാൾ ടൈൽ തന്നെയാണ് നമ്മൾ റേസറിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 35 സെൻറ്റി വരുന്നുണ്ട്. പക്ഷേ 30ൻ്റെ ടൈലുകളാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത്. അതിൻ്റെ ബാക്കിൽ ഒരു 5 സെൻറ്റിൻ്റെ പീസ് നീളത്തിൽ ഈ വാൾ ടൈലിൽ വരുന്ന ബാക്കി ഒരു പീസാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഈ സ്റ്റെയർ ഇവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഇനി വീടിൻ്റെ ഉള്ളിലുള്ള സ്റ്റെയറെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉദാഹരണം പറയുകയാണ്, നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ടൈലൊക്കെ ഒട്ടിച്ചേമെന്നാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒട്ടിച്ചേമെന്ന് ലാൻഡിങ്ങിൽ കയറിയിട്ട് ആ ലാൻഡിങ്ങിൽ കുറച്ച് കുമ്മായും ഒരു ടൈൽസിൻ്റെ കനവും മാർക്ക് ചെയ്യുക. ആ മാർക്കുമ്പോൾ നേരെ ചുമരിൽ എന്ത് ചെയ്യുക, ഈ ഫസ്റ്റ് അടിയത്തെ സ്റ്റെപ്പിൻ്റെ ലെവൽ വരുന്ന വരെ വാട്ടർ ലെവലാക്കിയിട്ട് വരച്ചിട്ട് അതിൻ്റെ അടിയിലേക്ക് കറക്റ്റ് പിടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ എത്ര ഉണ്ട് നോക്കുക. ഉദാഹരണം ഒരു 10 സ്റ്റെപ്പ് ഉണ്ടായിരിക്കുക. 10 സ്റ്റെപ്പിന് നമുക്ക് 170 ഇഞ്ച് കിട്ടിയിരിച്ചുള്ളൂ. ഇഞ്ചിൽ പറയാം. നിങ്ങൾക്ക് വരച്ചും കാൽക്കുലേറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയാണ്. 170 ഇഞ്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റെപ്പ് ഗ്രാനൈറ്റോ മാർബിൾ ആയിക്കോട്ടെ, മാർബിളൊക്കെ നമുക്കറിയാം ഡബിൾ സ്റ്റെപ്പ് ഇട്ടിട്ടാണ് ഒട്ടിക്കുക ആൾക്കാരൊക്കെ. അപ്പോൾ ഒരു മാർബിളിൻ്റെ ഒരു സ്റ്റെപ്പ് ഒരു ഇഞ്ച് മാർബിളിന് കനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ഒട്ടിക്കുമ്പോൾ ഒരു സ്റ്റെപ്പിന് ചവിട്ടിന് 2 ഇഞ്ചായി. അപ്പം നമുക്ക് 10 സ്റ്റെപ്പിന് ആദ്യം എന്ത് ചെയ്യുക, ഈ 170 ഇഞ്ചിൽ നിന്ന് 10 സ്റ്റെപ്പിന് 20 ഇഞ്ചാണ് കുറയ്ക്കുക. ഈ ചവിട്ടിന് വേണ്ടി മാറ്റി വെക്കുക. ബാക്കി വരുന്നത് നമുക്ക് 150 ഇഞ്ചാണ്. ഈ 150 ഇഞ്ചിനെ നമ്മൾ 10 സ്റ്റെപ്പല്ല ഉള്ളത്. അപ്പോൾ 150 ആയിരിക്കണം. 10 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് 15. ആൻസർ കഴിഞ്ഞ്. അപ്പോൾ അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട്. സ്റ്റെയറിൻ്റെ വർക്കൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. ഇതിപ്പോൾ നമുക്ക് ചെറിയൊരു വർക്കാണെങ്കിൽ പോലും ഇതിലൊരു പോയിൻ്റ് ഉണ്ട് ഉള്ളത് കൊണ്ടാണ് നമ്മളിതൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ ഈ വീട്ടിൽ ഇതിൻ്റെ സൈഡൊക്കെ നമ്മളിതൊക്കെ ചെറിയ ഈ ടൈൽസ് ഒട്ടിക്കുന്ന സമയത്ത് തന്നെ ചെറിയൊരു ചാട്ടം, ഒരു 1/2 സെൻറ്റ് ചാട്ടം കൊടുത്തിട്ട് തേക്കാനുള്ള വകുപ്പിൽ ചാട്ടം കൊടുത്തുകൊണ്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡൊക്കെ തേച്ച്, കാരണം ഇത് സ്ട്രിക്റ്റ് ഇല്ലാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നീട് ഈ വീടിൻ്റെ വർക്ക് ഏരിയ കുറച്ച് സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കൂട്ടിയെടുക്കുമ്പം ഈ സ്റ്റെപ്പൊക്കെ അതിൻ്റെ ഉള്ളിലായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ഹെവി മാർബിളും ഗ്രാനൈറ്റൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ സ്റ്റെയറിൽ ഒരു 1/2 സെൻറ്റ് ചാട്ടം കൊടുത്തിട്ടുണ്ട്. ആ ചാട്ടം നമ്മൾ മോൾഡ് ചെയ്യണം. നമുക്കറിയാം കാലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര വേദന ഉണ്ടാവും. അപ്പം
ചെറിയൊരു മോൾഡിങ് ചെയ്യുന്നുണ്ട്. മണ്ണിന് ടൈൽസ് ആണെങ്കിലും മോൾഡ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ഉരുട്ടൽ. ഇപ്പോൾ സിമ്പിളാക്കിയിട്ട് ഇതിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വാൾ ടൈൽ തന്നെയാണ് റൈസറിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതൊക്കെ വാൾ ടൈലാണ്. ഇതിൻ്റെ സൈഡിലൊക്കെ ഗ്രൗട്ട് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. ഗ്രൗട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇവിടെ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ കേക്ക് നന്നാക്കുമ്പം ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വെള്ളം ഒലിക്കും. അപ്പോൾ വെള്ളം ഒലിക്കുമ്പോൾ നമുക്കറിയാം, പിന്നെ അത് നമ്മൾ സൈഡ് വരുതി നന്നാക്കുമ്പം ഈ എൻസാൻഡിൻ്റെ പൊടിയൊക്കെ ആകുമ്പോൾ വരുതി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുകൊണ്ട് ഗ്രൗട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉഷാറായിട്ട് കേൾക്കാം. അപ്പോൾ ഏകദേശം സ്റ്റെയർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതേമാതിരി സിമ്പിൾ വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു വീഡിയോ നമുക്ക് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.